നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ജ്യോതിർമയ്യ ഉഷസ്സിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ജ്യോതിർമയ്യ ഉഷസ്സിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ സുപ്രഭാതം 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 സുപ്രഭാതം. മിമിക്രി സിനിമ കലാരംഗത്ത് ഒരുപാട് പ്രശംസയാർജിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ അതിഥി. അതിഥി എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ മത്സരാർത്ഥി. മറ്റാരുമല്ല, സുധീർ പറവൂർ. സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സുധീർ പറവൂർ. എന്തുകൊണ്ട് സുഖമായിരിക്കുന്നു? എന്നാ എനിക്ക് സുഖമല്ല. എന്തുപറ്റി? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങളുടെ വരവ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ശരിയല്ല, ശരിയായില്ല. സാധാരണ സുധീർ വരുന്ന ഞാൻ പല വേദികളും കണ്ടിട്ടുണ്ട്. ഒരു 1.5 വരവാണ് വരുന്നത്. ആ വരവല്ല, ഇത് വെറുതെ കഴിഞ്ഞ് പോകുന്നു. എൻട്രി ഒരു പഞ്ചാക്കി ചെയ്യണം. എൻട്രി പഞ്ചില്ല. സോ റീടേക്ക് റിവൈൻഡ്. കണ്ണിലുണ്ട് താളം, പെണ്ണിന്റെ നടനടക്ക് താളം, പെൺപൂവിൻ ഇതളിലുണ്ട് താളം, പെൺമോഹം അഴക് തഴുകും താളം, ചിരിപ്പ് താളം, നടപ്പ് താളം, പെൺവഴക്കടിച്ചാലതും താളം, പെണ്ണോടിയ മനസ്സും മറിക്കും താളം, പെണ്ണോടിടയും മുളതമ താളം, താളം, മുത്തും മുത്തും മേളം, നോക്കി നിന്ന കയ്യും കാലും കൂട്ടിയിരിക്കും താളം, തട്ടും മുട്ടും മോഹം, മുത്തും തട്ടും ദാഹം, നോക്കി നിന്ന കണ്ണും കണ്ണും പിടി വീടൻ കാലം. ഇപ്പൊ കറക്റ്റായി, ഓക്കെ ഏട്ടാ, താങ്ക് യു. ഇപ്പൊ ക്ലിയർ ആയി. പക്ഷെ ഒരു സംശയം, സാധാരണഗതി നിങ്ങൾ വരുമ്പോ ഷീലാമ്മയെ കൂടെ കൊണ്ടുവരാറുണ്ടല്ലോ. ആ ഷീലാമ്മ വരേണ്ടതായിരുന്നു, എന്തോ തിരക്ക് കാരണം വന്നില്ല. സോ വെൽക്കം ടു ദ ഹോട്ട് സീറ്റ്. താങ്ക് യു ഏട്ടാ. അപ്പൊ സുധീർ, ഹായ് ചേട്ടാ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇതുപോലെ ഷീലാമ്മ എന്തുകൊണ്ടാണ് വന്നില്ല എന്ന്. പക്ഷെ ആ ശബ്ദം വന്നാലല്ലേ വരത്തുള്ളൂ. ശരി. അത് ഞാനൊന്ന് ശ്രമിച്ചു നോക്കി, ആ എങ്ങനെ വിജയിച്ച് പോയാലോ എന്ന് കരുതി ഒന്ന് ഇട്ട് നോക്കിയതാ. ആ പക്ഷെ അത് വേറെ വഴി അങ്ങ് പോയി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല കോവിഡ് ആയിട്ട് ഏകദേശം അല്ലേ 1 വർഷമായിട്ട് വളരെ വിഷമത്തിലാണ് എല്ലാവരും. ചേട്ടാ, എനിക്കത് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ വെച്ചാല് ഈ കോവിഡ് കാലത്ത് തുടങ്ങിയതിന് ശേഷം ഇത്ര മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ഒരു ചാനൽ പരിപാടിക്ക് ചേട്ടന്റെ ഒരു പരിപാടിയിൽ വരാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. മനസ്സ് നിറഞ്ഞാ വന്നത്. ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ചേട്ടന്റെ പ്രോഗ്രാമുകള് എന്നും കാണും, എല്ലാ ഇതിലുള്ളതൊക്കെ കാണും. കാരണം ഒരുപാട് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് പാട്ടായാലും എന്തായാലും. അപ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് വന്നോന്നുണ്ടായിരുന്നു, അത് സാധിച്ചെന്ന്. ഇതിനു മുമ്പ് നമ്മളൊരു ചാനലിൽ നമ്മളൊരു ഷോയ്ക്ക് ഉണ്ടായിരുന്നുണ്ട്. അത് കുറച്ച് 2 കൊല്ലം 2-2.5 കൊല്ലമായി. അത് രസമായിരുന്നു. അന്ന് ഞാൻ ജഡ്ജായിട്ടായിരുന്നു. ചുമ്മാ ഒരു തമാശ ജഡ്ജ്, അല്ല വലിയ സീരിയസ് ജഡ്ജ് ഒന്നുമില്ല. പിന്നെ അതുകൂടാതെ നമ്മളൊരു സ്റ്റേജിൽ വെച്ചിട്ട് ചേട്ടൻ്റെ കൂടെ ആദ്യം ഒരു സ്റ്റേജ് ചെയ്യാൻ എനിക്ക് സാധിച്ചു, ഒരു ഭാഗ്യം കിട്ടി. അത് പാലയിലാണ്, ഒരു ന്യൂ ഇയറിന്റെ അന്ന് പിഷാരയുടെ ഒരു ഷോ ആയിരുന്നു. ചേട്ടന്റെ ഷോയിലാണ് പിഷാരയുടെ ഒപ്പം ഞാൻ വന്നിട്ടുണ്ടായി. അതെ, പാലയിൽ 19-ലാണോ ഒരു ഷോ ഉണ്ട്, ധർമ്മജനൊക്കെ ഉണ്ടല്ലോ. എന്തായാലും വളരെ സന്തോഷം വീണ്ടും കണ്ടുമുട്ടിയല്. അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഞാൻ കാണാറുണ്ട്. അപ്പം കേറിപാട മക്കളെയാണ് ആദ്യത്തെ സെഗ്മെന്റ്. പിന്നെ സവാരി ഗിരിഗിരി, അതിനുശേഷം രാജമാണിക്യം. ഓക്കെ. ഈ കേറിപാട മക്കളെ 5 ചോദ്യം, സവാരി ഗിരിഗിരി 4 ചോദ്യം. അതിന് സഹായിക്കാൻ ആളുണ്ടായിരിക്കും. പക്ഷെ രാജമാണിക്യത്തിന് ആരും കാണില്ല, തന്നെത്താന് പറയേണ്ടി വരും. അങ്ങനെ ഒരു ചെറിയ പ്രയാസം അതിനകത്തുണ്ട്. അപ്പോൾ കൂടെ ആരോ വന്നിട്ടുണ്ടല്ലോ.
കൂടെ എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട്. പുള്ളി ആർട്ടിസ്റ്റ് തന്നെയാണ്. ഷിനിൽ ചിറ്റൂർ എന്നാണ് പേര്. ഷിനിൽ ചിറ്റൂർ. ആ, പുള്ളി കുട്ടിപ്പട്ടാളം അങ്ങനെയുള്ള കുറെ ഒരുപാട് ഷോയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് വിളിക്കാം നമുക്ക് ഷിനിലെ. ആ, ഷിനിൽ വരട്ടെ. നമസ്കാരം ഷിനിൽ. നമസ്കാരമുണ്ട്. സുഖമായിരിക്കുന്നോ? സുഖം. ഇദ്ദേഹം പറഞ്ഞു കുട്ടിപ്പട്ടാളം അങ്ങനെ ഒരുപാട് എന്താണ് ഒത്തിരി സിനിമയിലൊക്കെ ഉണ്ട്. സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ? സിനിമയെന്ന് വെച്ചാൽ നമ്മള് ശ്രദ്ധിച്ചിരിക്കണം. ആ, ചിലപ്പോ ഞാൻ വന്ന് പോകും. അതായത് ഇങ്ങനൊന്ന് നോക്കിയിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടെന്ന് വരില്ല. ഇല്ല, ഒരുപാട് അനുകരണമൊക്കെ ഉണ്ടെന്ന് കിട്ടും. അപ്പൊ നമുക്ക് പോകുമ്പം നമുക്ക് ജനാർദ്ദനൻ ചേട്ടനും അങ്ങനെയുള്ള കുറെ ആൾക്കാരെയൊക്കെ നമുക്കൊന്ന് അനുകരിച്ച് കാണിച്ചു തരണം. നമുക്കെന്നല്ല, നമ്മുടെ പ്രേക്ഷകർ. എന്നെ കൊണ്ട് ചെയ്യാവുന്ന ഞാൻ എന്നാലും ചെയ്യും തീർച്ചയായിട്ടും. കാരണം ഇതുപോലത്തെ ഒരു പരിപാടിയിൽ സുധീർ പറഞ്ഞ പോലെ തന്നെയാണ്. ഇങ്ങനെ വരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. സാറിന് നേരിട്ട് കാണുമ്പോൾ അതിലേറെ സന്തോഷം. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. അപ്പോൾ ഇന്ന് ഒരു കാര്യം കൂടെ പറയാം നിങ്ങൾക്ക് മനസ്സിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. ചട്ടമ്പി നാട് എന്ന സിനിമയിൽ നിന്നാണ് ഇന്നത്തെ എല്ലാ ചോദ്യങ്ങളും വരുന്നത്. അപ്പോൾ പ്രേക്ഷകർക്കും ഇപ്പം മനസ്സിലായി കാണും. ചട്ടമ്പി നാട്, അതായത് മമ്മൂക്ക, സുരാജ് തുടങ്ങി ഒരുപാട് ആക്ടേഴ്സും ആക്ട്രസസും ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മുടെ എല്ലാ ചോദ്യം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ സെഗ്മെന്റ് കേറി വാടാ മക്കളെ, കേറി വാടാ മക്കളെ, കേറി വാടാ മക്കളയിൽ ആദ്യത്തെ ചോദ്യം ഇതാ. ചട്ടമ്പി നാടിന്റെ യഥാർത്ഥ പേരെന്താണ്? എ ചെമ്പാട്ടുനാട്, ബി ചെമ്പട്ടുനാട്, സി പ്രത്യേകിച്ച് അങ്ങനെ പേരില്ല. 20 seconds. ചെമ്പട്ടുനാട്. ഷുവർ. ബി ചെമ്പട്ടുനാട്. അപ്പൊ നമുക്ക് അവരെ അങ്ങ് എടുത്തിട്ട് അങ്ങ് പൂട്ടി അവിടെ വെക്കാം. ഓക്കെ, ചെമ്പട്ടുനാട് അവിടെ ഇരിക്കട്ടെ. ഇത്രയും നാള് ഒരുപാട് പ്രോഗ്രാംസിന് നിരവധി സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടല്ലേ? ദുബായിലൊക്കെ പോയിട്ടില്ലേ? ദുബായി പോയി. പിന്നെ അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്. അത് അടുത്ത് തന്നെയാണ്. അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? അത് എങ്ങനെയൊക്കെയാണ് അവിടുത്തെ ആൾക്കാർ, ബാക്കിയുള്ള അവിടെ നടന്ന സംഭവങ്ങളൊക്കെ? നിങ്ങൾ ഈ തള്ളു കേണൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഭവം ഉണ്ടല്ലോ, ബെഡായി കേണൽ. ആ കേണൽ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്തൊന്ന് പറയാം. ശ്രമിക്കാം എന്തായാലും. അത് കുറെ മുടിയൊക്കെ നരച്ചിട്ടും ഫിഗർ ഭയങ്കര മാറ്റം ഉണ്ടായില്ലേ? സൗണ്ട് ചെയ്യാൻ എന്തായാലും. അല്ല, എന്താണ് പറഞ്ഞ? എന്താണ്? അല്ല, ഇവിടെയൊക്കെ പോയിട്ടുണ്ടല്ലോ പല സ്ഥലങ്ങളിലും. അപ്പൊ അവിടെ എന്തൊക്കെയാണ്, ഏതാണ് സ്ഥലങ്ങൾ ഇഷ്ടപ്പെട്ട്, എന്തൊക്കെ ഭക്ഷണം ഇഷ്ടപ്പെട്ടു, എങ്ങനെയായിരുന്നു നിങ്ങളെ അവിടെ സ്വീകരിച്ചത് എന്നൊക്കെ അറിയാനൊരാഗ്രഹം. ഞാൻ ശരിക്കും പറഞ്ഞാല് 2017 തോന്നണം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. തെറ്റുമെന്നറിയില്ല. അപ്പൊ ആ സമയത്താണ് എനിക്ക് ദിലീപേട്ടന്റെ കൂടെ ഒരു ഷോ ചെയ്യാനായിട്ട് അവസരം ലഭിക്കണം അമേരിക്കയിൽ. നമ്മുടെ ദിലീപ് അമേരിക്കയിലും പോയി, ഞാൻ കാനഡയിലും പോയിട്ടാണ്. അപ്പൊ അവിടെ നയാഗ്ര വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ആ വെള്ളത്തിലൊക്കെ ചാടി കുളിക്കാൻ പറ്റി. അപ്പൊ പോയപ്പോ ഞാൻ കുളിച്ചില്ല, കാരണം അവിടെ ചെന്നിട്ട് കുളിക്കാല്ല എന്നൊരാഗ്രഹം ഉണ്ടായി. അങ്ങനെ നയാഗ്രയിലൊക്കെ കുളിച്ചൊക്കെ കയറി ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ നമ്മുടെ ആ റൈറ്റ് സഹോദരന്മാരുണ്ടല്ലോ വിമാനം ആദ്യമായിട്ട് മറത്തിയത്, അവരെ കണ്ടില്ല. അവര് പണ്ട് ഞങ്ങൾ ഒരു ടീമായിരുന്നു. ശരിക്കും വിമാനം കണ്ടുപിടിക്കാനുള്ള ചർച്ചയിലൊക്കെ ഞാൻ ഉണ്ടായതാണ്. ഞാൻ നമ്മുടെ ഇടവേള ബാബു, ഷിബു ചക്രവർത്തി, പിന്നെ നമ്മുടെ അബൂസലിയെ കൂടി ഞങ്ങൾ ഒരു മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് തീരുമാനിച്ചത്. അപ്പൊ അങ്ങനെ ആ സ്ഥലത്ത് പോകാൻ പറ്റി. അപ്പൊ അതൊക്കെ ഭയങ്കര കാര്യമായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് ഞാൻ നമ്മുടെ ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡിൽ പോയി ഞാൻ മഞ്ഞിലൊക്കെ കിടന്നൊന്ന് നീരാടി. നല്ല രസമുണ്ടാ. അത് ശരിക്കും നമ്മൾ ഈ മഞ്ഞില് എന്തൊക്കെ പറയും, എസ്കലേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം, ആ ഷൂവിന്റെ ഉള്ളിൽ ഇതൊക്കെ വെച്ചിട്ടേ തെന്നി പോണത്. ഞാൻ അത് കയറി. പക്ഷെ എനിക്ക് അവിടെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോന്നോളാന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഞാൻ ഒരൊറ്റ തെന്നി കഴിഞ്ഞിട്ട് പിന്നെ നെടുമ്പാശ്ശേരിയിൽ വന്നാണ് ചാടിയത്. അത് ശരി. പണ്ട് കേണലായിരുന്നപ്പോ നല്ല വെള്ളമായിരുന്നു കേട്ടുണ്ട്. അതെ, ആ വെള്ളം എന്ന് പറഞ്ഞാല് മഴവെള്ളമാണോ? അല്ല, മറ്റേ സിഞ്ചി പറീസ്. അല്ല, ഈ വെള്ളം എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ കാശ്മീർ താഴ്വരയിലായിരുന്നില്ല, ലഡാക്കിലായിരുന്നു ഞാൻ, പട്ടാളത്തിലായിരുന്നു അവിടെ. ഈ മഞ്ഞത്തെങ്ങനെയാണ് ഇരിക്കുന്നത്? മഞ്ഞത്തിരിക്കാനുള്ളൊരു ശേഷി എനിക്ക് തന്നത്. എനിക്കും പിന്നെ നമ്മുടെ ഈ മഞ്ഞത്തുള്ള മഞ്ഞക്കരടിയില്ലേ, ഹിമക്കരടി, ഇവർക്ക് മാത്രം ഇതിനുള്ള അനുവാദം കൊടുത്തിട്ടുള്ളൂ ഗവൺമെന്റ്. അപ്പൊ എന്തായാലും ബി ചെമ്പട്ടുനാട് എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്.
ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 2000 രൂപ സമ്മാനമായി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അത് ഇപ്പൊ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് അതിന്റെ ഒരു ഇത്.